ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വിഷയം എന്ന് പറയുന്നത് SCERT പാഠപുസ്തകങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, SCERT പാഠപുസ്തകങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് PSC എന്താണ് നിലവില ഒരുപാട് ചോദ്യങ്ങൾ PSC പരീക്ഷയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പല വിഷയങ്ങളിൽ നിന്നുമായിട്ട് വരുന്നുണ്ട്. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ബുക്ക് 1 ചാപ്റ്റർ 1 ആണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത് ചരിത്രമാണ്. ചാപ്റ്ററിന്റെ പേര് തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. എന്താണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കുവാനായിട്ട് പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് LDC പഠിക്കുന്ന ആളുകൾക്കറിയാം, LDCയുടെ എന്താണ് സിലബസിൽ ലോക ചരിത്രം എന്നുള്ളത് എന്താണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം, ഇത് മൂന്നും എന്ത് ചെയ്യുന്നുണ്ട്, LDCയുടെ സിലബസിൽ വരുന്നുണ്ട്. അതിലെന്താണ് വിഷയങ്ങൾ എടുത്തു പറഞ്ഞതിൽ പ്രധാനപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് റവല്യൂഷനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നിങ്ങളുടെ സിലബസിൽ എടുത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് കൂടിയാണ് ഇത് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളൊരു ഫലകം കാണുന്നുണ്ട്. ആ ഫലകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കുമാരനാശാന്റെ ഉദ്ബോധനം എന്ന് പറയുന്ന ഒരു കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ്. അപ്പോ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, വേണമെങ്കിൽ മലയാളത്തിൽ ചോദിക്കാം. എന്താണ്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഇത് ആരുടെ വരികളാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അത് കുമാരനാശാനാണ്. അല്ലെങ്കിൽ ഉദ്ബോധനം എന്ന കവിത അത് ആരെഴുതിയതാണ്? ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന കവിത രചിച്ചതാരാണ് എന്ന് ചോദിക്കാം. അപ്പോ അതിന്റെ ഉത്തരവും എന്താണ്? അതിന്റെ ഉത്തരവും കുമാരനാശാനാണ്. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, എന്താണ് താഴെ പറയുന്നവയിൽ കുമാരനാശാൻ എഴുതിയ കവിത ഏതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്ബോധനം തരികയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അതിൽ നിന്നത് സെലക്ട് ചെയ്യുക. അപ്പൊ ആ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത്, കുമാരനാശാന്റെ ഉദ്ബോധനം എന്ന് പറയുന്ന കവിതയിലെ വരികളാണ് എന്തെന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. നമ്മൾ എന്തുകൊണ്ടാണ് മലയാളത്തിലെ ഈ ഒരു കവിതാ ശകലം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിക്കേണ്ടി വരുന്നത്? അവിടെ ആ പറഞ്ഞിരിക്കുന്ന ആ കവിതയിലെ വരികൾക്കാണ് ഇമ്പോർട്ടന്റ്. അതായത് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ആ കവിതയിൽ പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യരുടെ എന്താണ് സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും നഷ്ടപ്പെടുമ്പോൾ അതിനെതിരായിട്ട് എന്താണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനസഞ്ചയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് നമ്മൾ പറഞ്ഞത് എന്താണ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ളതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരും, എന്താണ് വിപ്ലവം? ഈ വിപ്ലവം എന്താണ്, അതിന്റെ ഡെഫിനേഷൻ ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം. വിപ്ലവത്തിന്റെ ഡെഫിനേഷൻ ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യകതയില്ല എന്നുള്ളത് എന്ത് ചെയ്യുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് വിപ്ലവം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യങ്ങൾക്കും അവകാശത്തിനും വേണ്ടിയിട്ട് എന്താണ് ജനവിഭാഗങ്ങൾ പല രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തിനാണ്? നിലവിലെ ഒരു സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഫോർ എ ചേഞ്ച്, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. എന്താണ്? നിലവിലെ ഒരു സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യരുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് മനുഷ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പല സമരങ്ങളും നയിച്ചിട്ടുണ്ട്. ഈ സമരങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഈ മാറ്റം കൊണ്ടുവരുന്നതിനായി നടത്തിയ ഈ സമരങ്ങളെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് വിപ്ലവങ്ങൾ അഥവാ റെവല്യൂഷൻ എന്നുള്ളത്. ഇവിടെ അതിനടിയിൽ പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ്. വിപ്ലവങ്ങൾക്ക് പ്രേരകമായിട്ടുള്ള ഒരു ഘടകം എന്താണ്? ഒരുപാട് ഘടകങ്ങൾ പല വിപ്ലവങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നവോത്ഥാനം അഥവാ റിനൈസൻസ് എന്ന് പറയുന്നത്. എന്താണ് നവോത്ഥാനം അഥവാ റിനൈസൻസ് എന്ന് പറയുന്നത്? എന്താണ് നവോത്ഥാനം?
എന്താണ് നവോത്ഥാനം? നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. അതായത് യൂറോപ്പിൽ മാത്രമല്ല ഇന്ത്യയിലും നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആരംഭം എന്ന് പറയുന്നത് എവിടെയാണ്? യൂറോപ്പിലായിരുന്നു. അതായത് മനുഷ്യന്റെ ചിന്തകൾ, അവന്റെ കാഴ്ചപ്പാടുകളൊക്കെ എന്താണ്, ഉണ്ടായ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു മാറ്റമാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു അവരുടെ ചിന്താരീതിയിൽ ഉണ്ടായ ഒരു മാറ്റമാണ് എന്തെന്ന് പറയുന്നത് നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുന്നത്. ഈ നവോത്ഥാനത്തിലൂടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി ഈ സമൂഹത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരുടെ മാനവികത അഥവാ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു ഇത് കൂടുതലായിട്ട് പറയുവാനായിട്ട് തുടങ്ങി. പിന്നെന്താണ്? ശാസ്ത്രബോധം. ശാസ്ത്രബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്തെന്ന് പറയും? സയന്റിഫിക് ടെമ്പർ എന്ന് പറയും. ശാസ്ത്രബോധം മനുഷ്യരിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? വളരുവാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് യുക്തിചിന്താപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിനായിട്ടൊക്കെ മനുഷ്യൻ ആരംഭിച്ചത് ഈ നവോത്ഥാനം എന്ന് പറയുന്ന സംഭവ വികാസം യൂറോപ്പിൽ എന്താണ് ഉണ്ടായതിന് ശേഷമാണ്. എന്തൊക്കെയാണ്? മാനവികത, ശാസ്ത്രബോധം, യുക്തിചിന്താപരത, ഇതൊക്കെയാണ് അതിന്റെ എന്താണ് സവിശേഷതകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്താണ് നവോത്ഥാനത്തിന്റെ സവിശേഷതകൾ എന്ന് വേണമെങ്കിൽ പറയാം. മാനവികത എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരാശയമാണ്. ശാസ്ത്രബോധം അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാര്യങ്ങളെയും ഒരു ശാസ്ത്രീയ വീക്ഷണത്തിലൂടെ നോക്കി കാണുക എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. അപ്പോ നമ്മൾ പലപ്പോഴും പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് പറയുന്നത്, പല ശാസ്ത്രജ്ഞരും എന്താണ് വിശ്വാസികളാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പല ശാസ്ത്രജ്ഞരും എന്താണ് വിശ്വാസികളാണ്. അവിടെയാണ് നമുക്ക് ഈ ശാസ്ത്രബോധം അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ചൊക്കെ പറയേണ്ടി വരുന്നത്. അതായത് നമ്മളൊരു ശാസ്ത്രം പഠിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രം അപ്ലൈ ചെയ്യുന്ന ആളുകളാണ്, അതിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആളുകളാണ് എന്തെന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ എന്ന് നമ്മൾ പറയുന്നത്. ഇവരിൽ പലരും വിശ്വാസികളാകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ പറയുന്ന സയൻസും സയന്റിഫിക് ടെമ്പറും അല്ലെങ്കിൽ ശാസ്ത്രബോധവും രണ്ടാണ്. ഇപ്പോ ഒരു വിശ്വാസി പഠിച്ച് സയൻസിന്റെ എന്ത് ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്ത് അപ്ലൈ ചെയ്താലും അത് ആ സയൻസിൽ പറയുന്ന പോലെ നടക്കും. അതൊരു അവിശ്വാസി ചെയ്താലും എന്ത് ചെയ്യും? അതുപോലെ തന്നെ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിന് നമ്മൾ പഠിച്ചു ചെയ്യുന്ന കാര്യത്തിന് എന്താണ് നമ്മുടെ വിശ്വാസമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വിശ്വാസി ആയിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവിശ്വാസി ആയിരിക്കുന്നതുമായിട്ടോ ഒന്നും എന്തില്ല, ഈ പറയുന്ന കാര്യങ്ങൾക്ക് ബന്ധമില്ല. പക്ഷേ അത് നമ്മൾ ഈ പറയുന്ന സയൻസിൽ നമ്മൾ പ്രയോഗിക്കുന്ന അതേ തത്വങ്ങൾ നമ്മളുടെ ലൈഫിലേക്ക്, നമ്മുടെ ലൈഫിലുള്ള പല കാര്യങ്ങളിലേക്കും നമ്മൾ അപ്ലൈ ചെയ്താൽ അവിടെ എന്തായി? അവിടെ നമുക്കൊരു സയന്റിഫിക് ടെമ്പർ ഉണ്ടെന്നായി. പല ആളുകളെയും സംബന്ധിച്ച് അവർക്ക് അതില്ലാതെ പോകുന്നത് അവരെന്താണ്, അത് അവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവർക്ക് അവരുടെ വിശ്വാസങ്ങളിലേക്കൊന്നും ഇത് എന്ത് ചെയ്യുന്നില്ല, അപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ എന്താണ് മാനവികത, ശാസ്ത്രബോധം, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന നവോത്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോ യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യുവാനായിട്ട് എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? പഠിച്ചു. അവര് നിലവിലുണ്ടായിരുന്ന വിശ്വാസ രീതികളെയൊക്കെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അവരെന്ത് ചെയ്തത്? അവർ പുരോഗമിച്ചത്. അവർ എന്ത് ചെയ്തു? പുരോഗതിയിലേക്ക് നടന്നു കയറിയത്. അവരുടെ പരമ്പരാഗത വിശ്വാസ ചിന്താരീതികളെ അവരെന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്യാൻ. മനുഷ്യൻ എപ്പോഴൊക്കെ അവന്റെ പരമ്പരാഗത വിശ്വാസ രീതികളെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ മുന്നിലേക്ക് പോയിട്ടുണ്ട്. അതാണ് സയൻസും മതവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. റിലീജിയൻ ഈസ് നോട്ട് അപ്ഡേറ്റഡ്, സയൻസ് ഈസ് ഓൾവേസ് അപ്ഡേറ്റഡ് എന്നാണ്. അതായത് മതം എന്ന് പറയുന്നത് ഒരിക്കലും അപ്ഡേറ്റഡ് അല്ല, പക്ഷേ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. അതായത് ഇന്ന് സയൻസ് ഒരു കാര്യം പറയുന്നു, ആ കാര്യത്തിന് നാളെ തെളിവില്ല അല്ലെങ്കിൽ അതിനെതിരായിട്ടാണ് കൂടുതൽ തെളിവുകൾ വരുന്നത് എങ്കിൽ ഇന്നലെ പറഞ്ഞ കാര്യം മാറ്റി പറയുന്നതിനായിട്ട് സയൻസിന് എന്തില്ല? മടിയില്ല. പക്ഷെ മതം അങ്ങനെയല്ല. അവർ പിടിച്ച മുയലിന് എന്താണ്? 3 കൊമ്പാണ്. അവരെ എന്ത് പിടിച്ചു നിൽക്കുന്നോ അതിനോട് മറ്റുള്ള കാര്യങ്ങൾ വളച്ചു കെട്ടുന്നതിനായിട്ട് അവര് ശ്രമിക്കും എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോ ഈ 18-ാം നൂറ്റാണ്ടിൽ എന്താണ്? യൂറോപ്പിൽ ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടായി, ഒരു ജ്ഞാനോദയം ഉണ്ടായി ജനങ്ങൾക്കിടയിൽ. അപ്പോ അതുകൊണ്ട് തന്നെ എന്താണ്? ചിന്തകർക്കിടയിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ എന്ത് ചെയ്തു? ഉണ്ടായി. ഈ ജ്ഞാനോദയ ചിന്തകർ എന്ത് ചെയ്തു? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തു? ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന
ഈ പറയുന്ന സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ, അന്നെന്താണ് മിക്ക സ്ഥലങ്ങളിലും രാജഭരണങ്ങളായിരുന്നു. അപ്പൊ എന്താണ്, ആ ഏകാധിപത്യ വ്യവസ്ഥയെ തകർക്കുവാൻ എന്ത് ചെയ്തു? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾക്കുള്ള ജനങ്ങൾക്ക് എന്ത് ചെയ്തു? പ്രചോദനം ലഭിച്ചു. അപ്പോൾ ജ്ഞാനോദയം, യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ജ്ഞാനോദയം എന്ന് പറയുന്നത്. ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് ഇതൊരു രൂപം നൽകി. യുക്തിചിന്തയ്ക്ക് എന്ത് ചെയ്തു? പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരമായി പുരോഗതിയിലേക്ക് വളരുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടു. നമ്മൾ എങ്ങോട്ടാണ് വളരുന്നത്? നമ്മൾ മുകളിലേക്കല്ല, മറിച്ച് എങ്ങോട്ടാണ്? താഴോട്ടാണ് നമ്മളുടെ സമൂഹം വളരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ചില ഫേസ്ബുക്ക് പോസ്റ്റ് കമന്റുകൾക്കിടയിൽ മഹാറാണി, മഹാറാണി, രാജാവ്, രാജകുമാരൻ എന്നൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ ചില ഫേസ്ബുക്ക്, ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ എപ്പോഴും എന്റെ ക്ലാസ്സിൽ പറയാറുള്ള കാര്യം, നിങ്ങൾ പുതിയ സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ എടുക്കുന്ന വിഷയം ഹിസ്റ്ററി, ഭരണഘടന, അങ്ങനെയുള്ള വിഷയങ്ങളായതുകൊണ്ട് ചില കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പരാമർശങ്ങൾ എന്റെ ഭാഗത്തു നിന്നുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്വീകരിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ ചെവി കൂടി കേട്ടിട്ട് എന്ത് ചെയ്യുക? ഈ ചെവിട്ടി കൂടി നിങ്ങൾ അത് കളയുക. അതിന്റെ മുകളിൽ ഒരു ചർച്ചക്ക് കാര്യങ്ങൾ വഴിവെക്കരുത്. ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം മാത്രമാണ്, അത് നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല, യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റുകൾക്കിടയിൽ അടിയിൽ നിങ്ങൾക്ക് കാണാം, ഒരു പ്രത്യേക രാജവംശത്തിലെ ആളുകൾ ഉള്ള വീഡിയോ ആണെങ്കിൽ, രാജാവ് എത്ര സുന്ദരനാണ്, രാജാവ്, ഇന്ന് രാജഭരണമായിരുന്നെങ്കിൽ ഇദ്ദേഹം രാജാവായിരിക്കേണ്ട വ്യക്തിയാണ്. ഏത്? അത് ആസ്വദിക്കുന്ന രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അവരെ പുകഴ്ത്തുന്ന കുറെ പ്രജകളും ഈ നാട്ടിലുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എത്ര വലിയ രാജവംശമാണെന്ന് പറഞ്ഞാലും അവർ ജനങ്ങൾക്ക് നൽകിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ഞാനൊന്നും നൽകിയിട്ടില്ല എന്നുള്ള അഭിപ്രായമൊന്നുമല്ല എനിക്ക്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും എന്തുണ്ടായിരുന്നില്ല? സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, ഭൂമി ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും. നിങ്ങളിപ്പോ ജനാധിപത്യത്തെ എത്രയൊക്കെ തെറി പറഞ്ഞാലും, രാജഭരണമാണ് ഏറ്റവും നല്ലതെന്ന് നിങ്ങൾ പറഞ്ഞാലും, നമുക്കിന്ന് ഭൂമി, സ്വാതന്ത്ര്യം ഇവയൊക്കെ ഉണ്ടായത് ഈ ജനാധിപത്യം എന്നുള്ള സംവിധാനം ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. രാജാവിനെ ചുറ്റിപ്പറ്റി ജീവിച്ചിരുന്ന ചില സിൽബന്ദികൾക്ക് മാത്രമാണ് എന്തുണ്ടായിരുന്നത്? ഇവിടെ സ്വത്തോ ഒരുപാട് അവകാശങ്ങളോ എല്ലാം ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള സാധാരണക്കാരനെ, ചില വിഭാഗങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും അവകാശങ്ങളില്ലാതിരുന്ന നാടാണ് നമ്മുടേത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സയൻസിനൊപ്പം മുന്നോട്ട് പോവുക. ഇത്തരത്തിലുള്ള ആളുകൾക്കൊപ്പം എന്ത് ചെയ്യരുത്? പുറകിലേക്ക് സഞ്ചരിക്കരുത്. അപ്പോ എന്താണ് ഈ ജ്ഞാനോദയ ചിന്തകർ ഇതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് ചെയ്തു? എതിർപ്പുകൾ ജനങ്ങൾക്ക്, രാജാക്കന്മാർക്കെതിരായിട്ടും ഈ പറയുന്ന ഏകാധിപത്യ ഭരണക്രമങ്ങൾക്കെതിരായിട്ടും ഒക്കെ എന്തുണ്ടായി? ജനങ്ങൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ എന്താണ്, വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം? നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ്. നോക്കുക, ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ ആരംഭിക്കുന്നത് 1492 ഒരു സ്പാനിഷ് നാവികൻ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശം കണ്ടുപിടിക്കുവാനായിട്ട് സഞ്ചരിക്കുകയും അദ്ദേഹം ഇന്നത്തെ അമേരിക്കയിലുള്ള ചില കരീബിയൻ ദ്വീപുകളിൽ എത്തിപ്പെടുകയും ചെയ്തു. ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പേരാണ് ക്രിസ്റ്റഫർ കൊളംബസ് എന്നുള്ളത്. അദ്ദേഹമാണ് അമേരിക്കൻ ഭൂഖണ്ഡം കണ്ടുപിടിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും, എന്താണ് കണ്ടുപിടിക്കാനായിട്ട് അവിടെ അമേരിക്ക അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലേ? അമേരിക്ക ഉണ്ടായിരുന്നു. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ 2 വാക്കുകളാണ് പഠിക്കുന്നത്. ഒന്ന് ഡിസ്കവറി, രണ്ടാമത്തേത് ഇൻവെൻഷൻ. ഡിസ്കവറി, ഇൻവെൻഷൻ. ഡിസ്കവറി എന്നുള്ളത് നിലവിൽ ഉള്ള ഒരു സംഭവത്തെ നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തുന്നതിനെയാണ് എന്തെന്ന് പറയുക? ഡിസ്കവറി എന്ന് പറയുക. എന്താണ് ഡിസ്കവറി എന്ന് പറയുക? മറ്റേത് എന്തെന്നാണ് പറയുന്നത്? ഇൻവെന്റഡ്. ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇല്ലാത്ത കാര്യം. റേഡിയോ എന്താണ്? ഇൻവെൻഷൻ ആണ്. അമേരിക്ക എന്താണ്? അത് ഡിസ്കവറിയാണ്. അത് രണ്ടും രണ്ടാണ്. അപ്പോ ഈ പറയുന്ന ക്രിസ്റ്റഫർ കൊളംബസ് ആണ് എന്ത് കണ്ടെത്തിയത്?
അമേരിക്കൻ ഭൂഖണ്ഡം കണ്ടെത്തിയത്. ഇവിടെ തുടങ്ങിയാണ് ഈ അമേരിക്കൻ ഐക്യനാടുകളുടെ കഥ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. അങ്ങനെ അവിടെ കണ്ട കറുത്ത മനുഷ്യരെ, അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള അമേരിക്കൻ വംശജരെ ഇന്ത്യക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊളംബസ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. അതാണ് പിന്നീട് നമ്മൾ റെഡ് ഇന്ത്യൻസ് എന്നുള്ളതായിട്ട് മാറുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു ഭൂപ്രദേശം കണ്ടുപിടിക്കപ്പെട്ടു. ഇതേ സമയം യൂറോപ്പിലെല്ലാം തന്നെ എന്താണ്, ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുകയാണ്. അവിടെ ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ വിൽക്കുന്നതിന് എന്ത് വേണം, ഒരു മാർക്കറ്റ് വേണം. ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്നതിനായിട്ട് ഒരു മാർക്കറ്റ് വേണം. മാത്രമല്ല സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് എന്ത് വേണം, റോ മെറ്റീരിയൽസ് വേണം. അപ്പോ പുതിയ ഭൂപ്രദേശങ്ങളുടെ കണ്ടുപിടുത്തവും ഒക്കെ ഈ പറയുന്ന യൂറോപ്യൻസിന് ആവശ്യകതയായിട്ട് വന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കൊളംബസ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു, അമേരിക്കൻ ഭൂഖണ്ഡം കണ്ടെത്തി. അങ്ങനെ ഈ പറയുന്ന യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാരും സ്പെയിൻകാര്, പോർച്ചുഗീസുകാര്, അങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളും ഈ അമേരിക്കൻ മണ്ണിലേക്ക് എന്ത് ചെയ്യപ്പെട്ടു, പയ്യെ കുടിയേറ്റങ്ങൾ ആരംഭിച്ചു. ഇതിൽ ബ്രിട്ടീഷുകാരുടെ കുടിയേറ്റം നടക്കുന്നത് എന്ന് പറയുന്നത് ഈ പറയുന്ന ജോൺ രാജാവിന്റെ കാലത്ത്, ജോൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് രാജാവിന്റെ കാലത്ത് പ്രൊട്ടസ്റ്റന്റ് മത അനുയായികളായിട്ടുള്ള വ്യക്തികൾ, ഈ പറയുന്ന ജോൺ രാജാവ് എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗക്കാരനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ക്രിസ്ത്യൻസിൽ തന്നെയുള്ള മറ്റൊരു വിഭാഗമായിട്ടുള്ള കത്തോലിക്കരെ മതപീഡനങ്ങൾക്ക് എന്ത് ചെയ്തിരുന്നു, വിധേയമാക്കിയിരുന്നു. അപ്പോ ഈ മതപീഡനങ്ങൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന് പറയുന്ന കപ്പൽ, മേഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ എന്ത് ചെയ്തു, ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ ആദ്യമായിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന അമേരിക്കൻ സ്ഥലത്തേക്ക് എത്തി. അവരവിടെ എന്ത് ചെയ്തു, 13ഓളം സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ചു. ഇവരെയാണ് പിൽഗ്രിം ഫാദേഴ്സ് അല്ലെങ്കിൽ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത്. പിൽഗ്രിം ഫാദേഴ്സ് അല്ലെങ്കിൽ തീർത്ഥാടക പിതാക്കൾ എന്ന് അറിയപ്പെടുന്നത്. ഇവരാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ എത്തുന്ന ബ്രിട്ടീഷുകാര് അവരെന്ത് ചെയ്തു, അവിടെ ഒരു 13ഓളം എന്ത് ചെയ്തു, കോളനികൾ സ്ഥാപിച്ചു. ഈ പറയുന്ന ബ്രിട്ടീഷുകാർ അവിടെ കോളനികൾ ഇത് ചെയ്യുന്നത്, അതായത് സ്ഥാപിക്കുന്നത് വെറുതെ ഒന്നുമല്ല. അവിടെ നമ്മൾ എന്ത് പറഞ്ഞു, നേറ്റീവ് ആയിട്ടുള്ള റെഡ് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ എന്ത് ചെയ്തു, കൂട്ടത്തോടെ കൊന്നൊടുക്കി. അവരെന്ത് ചെയ്തു, ഉൾപ്രദേശങ്ങളിലേക്ക് ഇവരോട് എതിർത്ത് നിൽക്കാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്തു, ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിപ്പായിച്ചു. എന്ത് ചെയ്തു, അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും എല്ലാം എന്ത് ചെയ്തു, ഈ യൂറോപ്യന്മാർ കവർന്നിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന യൂറോപ്പിൽ നിന്ന് മറ്റുള്ള ആളുകളും, അവിടെ ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. ആ ഭൂപ്രദേശത്ത് സ്വർണം ഉൾപ്പെടെയുള്ള ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന യൂറോപ്യൻസ് ഒരുപാട് പേര് ഈ പറയുന്ന കോളനികളിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങി. ഇങ്ങനെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഈ വരുന്ന ആളുകൾ ബ്രിട്ടന്റെ പൗരന്മാരായിരുന്നു. ഇവർക്ക് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തോട് എന്തുണ്ടായിരുന്നു, ഒരു കൂറ് എന്നും നിലനിന്നിരുന്നു. എന്നാൽ ഈ സ്ഥിതിവിശേഷത്തിന് ഒരു മാറ്റം വന്നു തുടങ്ങി. എപ്പോഴാണ്, ഈ വന്ന ആളുകൾ കഴിഞ്ഞു, അവരുടെ ഒരു അടുത്ത തലമുറ കഴിഞ്ഞു, വീണ്ടും ഒരു സെക്കൻഡ് ജനറേഷൻ കൂടി കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചിന്താഗതികളിൽ മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. കാരണം എന്തു പറ്റി, അവർക്ക് ഒരു അമേരിക്കൻ ദേശീയത അവരിൽ എന്തു ചെയ്യാൻ തുടങ്ങി, ഉടലെടുക്കുവാനായിട്ട് തുടങ്ങി. ഞങ്ങൾ ഈ മണ്ണിൽ ജനിച്ച ആളുകളാണ്. അപ്പോൾ ഞങ്ങളെ ഭരിക്കുന്നതാണെങ്കിലോ ബ്രിട്ടൻ എന്ന് പറയുന്ന വേറൊരു രാജ്യവും. ബ്രിട്ടൻ ആണെങ്കിൽ ഈ പറയുന്ന അമേരിക്കയിലെ 13 കോളനികളെ കൈകാര്യം ചെയ്തിരുന്നത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തിരുന്നത് വെറും അവരുടെ ഒരു കോളനികളായിട്ട് മാത്രമാണ്. കോളനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളനികൾക്ക് ഒരു മദർ സ്റ്റേറ്റ് ഉണ്ടാകും. അതായത് ബ്രിട്ടൻ ആണ് മദർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബ്രിട്ടന്റെ കോളനികൾ, ഇപ്പൊ ഇന്ത്യ ഉൾപ്പെടെയൊക്കെ ഉള്ളത് ബ്രിട്ടന്റെ കോളനികളായിരുന്നു. ഈ കോളനികളുടെ ധർമ്മം എന്ന് പറയുന്നത് ഈ മദർ സ്റ്റേറ്റിനെ, അതായത് ഈ പറയുന്ന ബ്രിട്ടീഷ് രാജ്യത്തിൽ എന്ത് ചെയ്യുക, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്ന് പറയുന്ന ഈ കോളനികളുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അപ്പോ ഇവരെന്ത് ചെയ്തു, ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് നിയമങ്ങൾ എന്ത് ചെയ്തു, ഈ പറയുന്ന അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കി. ഈ നിയമങ്ങളെയാണ് എന്തെന്ന് പറയുക, മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്. മെർക്കന്റിലിസ്റ്റ്, അതായത് തങ്ങളുടെ വ്യവസായ ആവശ്യങ്ങൾക്കായിട്ടുള്ള
അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുവാനും അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, വിറ്റഴിക്കുവാനുമുള്ള ഒരു കോളനി മാത്രമായിട്ടാണ് എന്ത് ചെയ്തത്, ഈ അമേരിക്കൻ കോളനികളെ ഇംഗ്ലീഷുകാര് കണക്കിലാക്കിയത്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ത് ചെയ്തത്, അവിടെ നടപ്പിലാക്കിയത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ പോയിന്റ് ആദ്യം നമുക്ക് വായിക്കാം, അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. ഒരു നിയമമാണത്. രണ്ടാമത്തേത്, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, കയറ്റി അയക്കാൻ പാടുള്ളൂ. മൂന്നാമത്തേത്, കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം എന്ത് ചെയ്യണം, ഇംഗ്ലണ്ടിന്റെ മുദ്ര നിർബന്ധമായിട്ടും പതിപ്പിച്ചിരിക്കണം. നാലാമത്തേത്, കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും എന്ത് ചെയ്യണം, കോളനിക്കാർ തന്നെ നൽകണം. അപ്പൊ എന്താണ്, മാത്രമല്ല കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് എന്ത് നൽകണം, ഇറക്കുമതിക്ക് എന്ത് ചെയ്യണം, ടാക്സും നൽകണം. ഇതൊക്കെ ഈ നിയമങ്ങളെല്ലാം കൂടിയിട്ട് വിളിക്കുന്ന പേരാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ നിയമങ്ങളെല്ലാം ഒരു വർഷം ഒരേ സമയം പാസ്സാക്കിയവയല്ല, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത്. ഇത് വിവിധ കാലങ്ങളിലായിട്ട് പാസ്സാക്കിയ നിയമങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പോ ഈ പറയുന്ന കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ എന്താണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ എന്താണ് കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം എന്ന് പറയുന്നത് നാവിഗേഷൻ ആക്ട് എന്നാണ് അതിനെ പറയുന്നത്. 1651 നാവിഗേഷൻ നിയമം. അതിന്റെ തന്നെ ഒരു 1660 അതിനൊരു എഡിറ്റിംഗ് സംഭവിച്ചിട്ടാണ് ഈ പറയുന്ന കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില മുതലായവ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കയറ്റി അയക്കാവൂ എന്നൊക്കെ ഒരു നിയമങ്ങൾ ഈ പറയുന്ന ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുന്നത്. ഇതൊക്കെ എന്താണ്, ഒരേ സമയം ഉണ്ടായവയല്ല, വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായവയാണ്. അവയെ നമ്മൾ ഒരുമിച്ച് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്നും വിളിക്കുന്നു എന്ന് മാത്രം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കൂടിയ നികുതി അവരിൽ നിന്ന് ഏർപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവർക്ക് എന്താണ്, അതൃപ്തി ഉണ്ടായി. രണ്ടാമത്തെ ജനറേഷൻ ആയപ്പോഴേക്കും കോളനിയിലെ ജനങ്ങൾക്ക്, കോളനി നിവാസികളായിട്ടുള്ള ജനങ്ങൾക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഒരു എതിർപ്പുണ്ടായി തുടങ്ങി. പക്ഷേ ഇവരെന്ത് ചെയ്തില്ല, ഒരു നേരിട്ടുള്ള ഒരു ഫൈറ്റിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഈ കോളനികളിലേക്ക് ബ്രിട്ടീഷുകാർ മാത്രമല്ല വരുന്നത്, ഫ്രഞ്ചുകാർ വന്നിട്ടുണ്ടായിരുന്നു, മറ്റുള്ള പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ടായിരുന്നു, സ്പെയിൻകാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അതിർത്തിക്ക് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങൾ പല വിഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ അമേരിക്കൻ സ്റ്റേറ്റുകളെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രശ്നം, അവർക്ക് ചുറ്റും അതിർത്തിയിൽ ആരാണ്, ഫ്രഞ്ചുകാരാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ഈ ഫ്രഞ്ചുകാരിൽ നിന്നൊരു ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്തില്ല, ഓപ്പൺ ആയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാനായിട്ട് പോയില്ല, എതിർക്കുന്നതിനായിട്ട് പോയില്ല. പക്ഷേ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ബ്രിട്ടീഷുകാർ തന്നെ എന്ത് ചെയ്തു, ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം. അതായത് നിങ്ങൾ ഒരു 7 years ഓഫ് വാർ എന്ന് പറയുന്നത് നിങ്ങൾ ലോക ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഗ്ലോബൽ വാർ എന്നൊക്കെയാണ് ശരിക്കും അത് അറിയപ്പെടുന്നത്. അതായത് ഈ കാലഘട്ടത്തിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ അവർക്ക് എവിടെയൊക്കെ കോളനികൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ എന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന അതിർത്തിക്ക് വേണ്ടിയിട്ട് ഭൂപ്രദേശങ്ങൾ പരസ്പരം കൈപ്പിടിയിൽ ഒതുക്കുവാനായിട്ട് എന്ത് ചെയ്തിരുന്നു, യുദ്ധം നടന്നിരുന്നു. 1756 മുതൽ 1763 വരെയാണ് ഈ യുദ്ധം നടന്നത്. അതിപ്പോ ഇന്ത്യയിൽ നടന്നു, ആഫ്രിക്കയിൽ നടന്നു, ഈ പറയുന്ന അമേരിക്കയിൽ നടന്നു. എല്ലായിടത്തും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടു. നിർഭാഗ്യവശാൽ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ ഫ്രഞ്ചുകാർക്ക് എന്താണ് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരുപാട് ഭൂപ്രദേശങ്ങൾ എന്ത് ചെയ്തു, ഈ പറയുന്ന അമേരിക്കക്കാരുടെ അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലായി മാറി. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു, സ്വാഭാവികമായിട്ടും അവിടെ ഇവർക്കൊരു എന്താ പറയാ, ഈ മൊത്തം ഭൂപ്രദേശം ഇവരുടെ കയ്യിലായപ്പോ അമേരിക്കൻ നേറ്റീവ്സിനെ സംബന്ധിച്ച്, അതായത് അമേരിക്കയിലുള്ള കോളനി നിവാസികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്ന ഈ അതിർത്തി പ്രശ്നം എന്നുള്ളത് എന്ത് ചെയ്യപ്പെട്ടു, ഒരു പരിഹാരം ഉണ്ടാക്കപ്പെട്ടു. പക്ഷേ ഈ 7 വർഷത്തെ യുദ്ധം ബ്രിട്ടൻ എന്ത് ചെയ്തു, ബ്രിട്ടനെ സാമ്പത്തികമായിട്ട് മുച്ചൂടും മുടിച്ചു.
സ്വാഭാവികമായിട്ടും അവർക്കുണ്ടായിരുന്ന കടങ്ങൾ അവരെന്ത് ചെയ്തു? അവർ ഇതുപോലെയുള്ള കോളനികളുടെ തലയിലേക്ക് കെട്ടിവെച്ചു. സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിച്ചു? അവിടെ നികുതി എന്ന് പറയുന്നത് പല സാധനങ്ങൾക്കും ക്രമാതീതമായിട്ട് ഉയർത്തപ്പെട്ടു. ഇപ്പോ സ്റ്റാമ്പ് നിയമം, ഈ പറയുന്ന കോളനികളിലെ എല്ലാ പ്രമാണങ്ങളും എന്താണ്, വർത്തമാന പത്രങ്ങളും ലഘുലേഖകളും ഒക്കെ സ്റ്റാമ്പ് ചെയ്യണം എന്ന് പറയുന്നത് ഈ സ്റ്റാമ്പ് നിയമമാണ്. 1765 ഈ സ്റ്റാമ്പ് നിയമം എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർ ഈ പറയുന്ന 13 സ്റ്റേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോ ഇവർക്ക് എന്ത് ചെയ്യണമെങ്കിൽ, എന്ത് നിയമപരമായിട്ടുള്ള രേഖയാകണമെങ്കിൽ എന്ത് വേണം? ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സീല് കിട്ടണം. ഈ സ്റ്റാമ്പ് പതിപ്പിക്കുന്നതിന് എന്താണ്? കൂടുതൽ നികുതി അടക്കേണ്ടി വന്നു. അതുപോലെ തന്നെ എന്താണ്, ടൗൺഷെൻഡ് ആക്ട് എന്ന് പറയുന്നത് 1767 ടൗൺഷെൻഡ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവന്നു. ഈ ടൗൺഷെൻഡ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കൾക്കും എല്ലാത്തിനും നികുതി, നിലവിലുണ്ടായിരുന്ന നികുതി വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ ആക്ടിന്റെ നിയമം. അങ്ങനെ ബ്രിട്ടീഷുകാർ അവർക്ക് യുദ്ധം മൂലമുണ്ടായിരുന്ന കടബാധ്യത ഈ സ്റ്റേറ്റുകളുടെ തലയിൽ വെച്ച് കെട്ടുകയും അവരുടെ എന്ത് ചെയ്തു? അവർക്ക് ഉണ്ടായിരുന്ന നികുതികൾ ക്രമാതീതമായി ഉയർത്തുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അമേരിക്കക്കാരായിട്ടുള്ള ആളുകളിൽ എന്ത് സംഭവിച്ചു? അവർ പ്രതിരോധിക്കുവാനായിട്ട് തുടങ്ങി. അവർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഈ 1770 ബോസ്റ്റണിൽ എന്ത് ചെയ്തു? അമേരിക്കക്കാരായിട്ടുള്ള കോളനി നിവാസികളുടെ ഒരു വിഭാഗം ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. എന്നാൽ ബ്രിട്ടൻ തോക്കുകളുമായിട്ടാണ് ആ പ്രതിഷേധ യോഗത്തെ നേരിട്ടത്. 1770 അവിടെ ബോസ്റ്റണിൽ ഒരു വെടിവെപ്പ് നടന്നു. ഇതിനെ നമ്മൾ ചരിത്രത്തിൽ വിളിക്കുന്ന പേര് ബോസ്റ്റൺ കൂട്ടക്കൊല എന്നാണ്. ബോസ്റ്റൺ മാസ്ക്രി എന്ന് ഇംഗ്ലീഷിൽ പറയും. ബോസ്റ്റൺ കൂട്ടക്കൊല എന്ന് പറയുന്ന ഒരു സംഭവം എന്ത് ചെയ്തു? ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇവിടെ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പ്രതിഷേധങ്ങൾ വരുന്നതിന്റെ ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്തു? നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാമ്പ് ഡ്യൂട്ടി, അങ്ങനെ നികുതിയുമായി ബന്ധപ്പെട്ടിട്ട് കൂട്ടിയതെല്ലാം ഇവരെന്ത് ചെയ്തു? ആ നിയമങ്ങളൊക്കെ ഇവരെന്ത് ചെയ്തു? എടുത്തു കളഞ്ഞതിന് ശേഷം ഇവരെന്ത് ചെയ്തു? ഒരു നിയമം മാത്രം നിലനിർത്തി. ആ നിയമത്തിന്റെ പേര് ടീ ആക്ട് 1773 എന്നുള്ളതാണ്. അതായത് ചായക്ക് മാത്രം അവരെന്ത് ചെയ്തു? അവിടെ ചായപ്പൊടിക്ക് മാത്രം അവരെന്ത് ചെയ്തു? അവിടെ ഒരു നികുതി ഏർപ്പെടുത്തി. ആ കാലഘട്ടത്ത് ലോകത്ത് ട്രേഡ് ചെയ്യപ്പെടുന്ന ചായയുടെ അല്ലെങ്കിൽ ചായപ്പൊടിയുടെ ഒരു 80% മുകളിൽ കൈകാര്യം ചെയ്യുന്നത് ബ്രിട്ടൻ മാത്രമാണ്. കാരണം എന്താണ്? ചൈന, ഇന്ത്യ എന്നിവയൊക്കെ എന്തായിരുന്നു? ബ്രിട്ടന്റെ കോളനികളായിരുന്നു. ഇവിടെ എന്താണ്? ഈ പറഞ്ഞ സാധനങ്ങൾ ഒരു മാസീവ് പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ സ്ഥലങ്ങളിലായിരുന്നു. അപ്പൊ ഇത് ഇറക്കുമതി ചെയ്തുകൊണ്ട് മാത്രം വലിയൊരു നികുതി അവർക്ക് അമേരിക്കൻ ഈ 13 സ്റ്റേറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ 13 കോളനികളിൽ നിന്നും എന്ത് ചെയ്യാമായിരുന്നു? ലഭിക്കുമായിരുന്നു. മാത്രമല്ല ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക കൂടി ചെയ്തു. എന്താണ്? നിങ്ങളുടെ മുകളിൽ നികുതി ഏർപ്പെടുത്താനുള്ള അവകാശം ആർക്കാണ്? ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത് അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ കൂടി വേണ്ടിയിട്ടാണ് ബാക്കി സമ്പ്രദായങ്ങളൊക്കെ നികുതി സമ്പ്രദായങ്ങളൊക്കെ അവർ നിർത്തിയപ്പോഴേക്കും എന്ന് പറയുന്നത് ടീ ആക്ട് എന്ന് പറയുന്നത് ഒരു നികുതി മാത്രം എന്ത് ചെയ്തത്? അവര് അവിടെ നടപ്പിലാക്കിയതാ. ഈ സമയമാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന ബോസ്റ്റൺ ടീ പാർട്ടി അല്ലെങ്കിൽ ബോസ്റ്റൺ ചായ സൽക്കാരം എന്ന നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന ആ സംഭവ വികാസം അറിയപ്പെടുന്നത്. അതായത് ഇംഗ്ലീഷുകാർ ഈ തേയിലയുടെ മുകളിൽ ചുമത്തിയ 1773 ചുമത്തിയ ടീ ആക്ട് പ്രകാരം എന്ത് ചെയ്തു? 1773 ഡിസംബർ 16-ാം തീയതി എന്ത് ചെയ്തു? രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ചില അമേരിക്കക്കാർ എന്ത് ചെയ്തു? ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ എന്ത് ചെയ്തു? കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില എന്ത് ചെയ്തു? കടലിലേക്ക് എറിഞ്ഞു. എന്താണ്? ഈ ബോസ്റ്റണില് നിർത്തിയിട്ടിരുന്ന കപ്പലിൽ കയറിയിട്ട് എന്ത് ചെയ്തു? അതിലുണ്ടായിരുന്ന ഒരു 342 പെട്ടി തേയില, അതായത് അന്നത്തെ വില നിലവാരം അനുസരിച്ച് ഏകദേശം 1,00,000 പൗണ്ട് വാല്യൂ ഉണ്ടായിരുന്ന തേയില എന്ത് ചെയ്തു? ഇവർ കടലിലേക്ക് എറിഞ്ഞു. ഇന്നത്തെ ഒരു വില നിലവാരം അനുസരിച്ച് ഏതാണ്ട് 1.5 മില്യൺ ഡോളറിന്റെ അത്രയും തുകക്കുള്ള സാധനമാണ് അന്ന് അവർ ആ കടലിൽ കലക്കിയത്. അതിനെയാണ് നമ്മൾ ചരിത്രത്തിൽ എന്ത് പഠിക്കുക? ബോസ്റ്റൺ ടീ പാർട്ടി അല്ലെങ്കിൽ എന്താണ്? ബോസ്റ്റൺ ചായ സൽക്കാരം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചരിത്രത്തിൽ പഠിക്കുന്നത്. അപ്പോ ഈ സംഭവത്തോടു കൂടി ബ്രിട്ടീഷുകാർ വെറുതെ ഇരുന്നില്ല. അവർ എന്താണ്? ഇവിടെ എന്താണ്? ഈ
പറയുന്ന അമേരിക്കക്കാർ ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പല സ്ഥലങ്ങളിൽ രൂപീകരിച്ചുകൊണ്ട് എന്താണ് അവർ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ചില പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയം കൂടിയായിരുന്നു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇവരുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിൽ റെയ്ഡ് ചെയ്യുക, എപ്പോ വേണമെങ്കിലും കയറി റെയ്ഡ് ചെയ്യാം. എന്താണ് ബ്രിട്ടീഷുകാർക്ക് ഭീഷണിയാണെന്ന് തോന്നിയാൽ ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിർത്താം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കല്ല, കോളനിയിലെ നിവാസികൾക്ക് എന്താണ് കൂടുതൽ ബ്രിട്ടനോട് പ്രതിഷേധങ്ങൾ വരുവാനായിട്ട് കാരണമായി മാറി. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചരിത്രത്തിൽ എപ്പോഴും ഈ പറയുന്ന നമ്മൾ പറഞ്ഞ ഈ നികുതി ഈ കോളനികൾ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ നികുതി തീരുമാനിക്കുന്നതൊക്കെ ആരാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ അമേരിക്കക്കാർക്ക് എന്തില്ല? ഈ ബ്രിട്ടീഷ് പാർലമെന്റിൽ എന്തില്ല? അംഗത്വമില്ല. അപ്പൊ അവരെന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം വേണം. ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം പാർലമെന്റിൽ ഉണ്ടാകണം. എന്താണ്? പ്രാതിനിധ്യം പാർലമെന്റിൽ ഉണ്ടാകണം. അങ്ങനെ ഉയർന്നു വന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന മോട്ടോ ആയിട്ട് ഉയർന്നു വന്ന മുദ്രാവാക്യമാണ് എന്തെന്ന് പറയുന്നത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. എന്താണ്? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ഈ ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്നത്. ആരാണ്? ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തത്? ഈ ആശയം മുന്നോട്ട് വെച്ചത്. എന്താണ്? പ്രാതിനിധ്യം ഇല്ലാതെ എന്തില്ല? നികുതിയില്ല. പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല. ഞങ്ങൾ നികുതി നിങ്ങൾക്ക് തരണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് നിങ്ങളുടെ പാർലമെന്റിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണം. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്ന മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മോട്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യം തന്നെയായിരുന്നു. എന്തെന്ന് പറയുന്നത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ആരാണ് അത് കൊണ്ടുവന്നത്? ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്നത് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് ലോകത്ത് എവിടെയൊക്കെ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എവിടെയൊക്കെ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ടോ, അവിടെയൊക്കെ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് ചിന്തകർ, എഴുത്തുകാർ, ഇവർക്കൊക്കെ എന്താണ് വലിയ പങ്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോൾ എന്താണ്, നിങ്ങൾ റൂസോ, വോൾട്ടയർ എന്നൊക്കെയുള്ള തത്വചിന്തകന്മാരുടെ പേരുകൾ നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് അവിടെ മാത്രമല്ല, ലോകത്തിന്റെ എവിടെയൊക്കെ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഈ പറയുന്ന ജനസഞ്ചയത്തെ ഈ പറയുന്ന തത്വചിന്തകന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാധീനിച്ചിട്ടുണ്ട്. അമേരിക്കയിലും അതെന്താണ്? സ്വാധീനിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ അങ്ങനെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ജോൺ ലോക്ക് എന്ന് പറയുന്നത്. ജോൺ ലോക്ക് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മനുഷ്യന് ചില മൗലികമായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും എന്തില്ല? അവകാശമില്ല. ഇത് PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 2019 BEOയുടെ പരീക്ഷയ്ക്ക് PSC ചോദിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏത് തത്വചിന്തകന്റെ വാക്കാണ് എന്നുള്ളത് PSC എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ജോൺ ലോക്ക് എന്ന് പറയുന്ന തത്വചിന്തകന്റെ വാക്കുകളാണ് എന്തെന്ന് പറയുന്നത്: മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അത് ഹനിക്കുവാൻ എന്തില്ല? ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത്? തോമസ് പെയിൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്: ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ വൻകര, അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയണം എന്നുള്ളത് എന്താണ്? യുക്തിക്ക് നിരക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞത് ആരാണ്? അത് തോമസ് പെയിൻ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇത്തരം ചിന്തകൾ, ഇത്തരം ആശയങ്ങൾ ഒരു വശത്ത് അമേരിക്കൻ പൗരന്മാരെ പ്രചോദിതരാക്കുന്നുണ്ട്, മറുവശത്ത് എന്താണ്? ബ്രിട്ടീഷുകാരുടെ ടാക്സ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്താണ്? അത് ഉയർത്തി ബ്രിട്ടീഷുകാർ ഇവർ ആവശ്യത്തിലധികം ചൂഷണം ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അമേരിക്കയിൽ 13 കോളനികളാണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഈ 13 കോളനികൾ വ്യത്യസ്തമായിട്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തിരുന്നത്? ബ്രിട്ടനെതിരായിട്ടുള്ള അവരുടെ പ്രതിഷേധങ്ങൾ അറിയിച്ചിരുന്നത്. എന്നാൽ 1774 എന്ത് ചെയ്തു? ഈ പറയുന്ന 13 കോളനികളും ഒരുമിച്ച് കൂടിച്ചേർന്നുകൊണ്ട് മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിനെതിരായിട്ട് എന്ത് ചെയ്തു? അവരുടെ നിയമങ്ങൾക്കെതിരായിട്ട്
പ്രതികരിക്കാനായിട്ട് തീരുമാനിച്ചു. 13 കോളനികളും ചേർന്നില്ല, 12 കോളനികൾ മാത്രമാണ് ആദ്യത്തെ സമ്മേളനത്തിൽ ചേർന്നത്. ജോർജിയ എന്ന് പറയുന്ന കോളനി എന്ത് ചെയ്തു? ഇതിൽ നിന്നും വിട്ടുനിന്നു. അങ്ങനെ 1774 ഫിലാഡൽഫിയയിൽ വെച്ച് എന്ത് ചെയ്തു? ഈ 12 കോളനികൾ എന്ത് ചെയ്തു? ഒരു സമ്മേളനം നടത്തി. ഇതിനെയാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത്. എന്താണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത്? 1774 ഫിലാഡൽഫിയയിൽ വെച്ചാണ് എന്ത് ചെയ്തത്? ഇത് നടന്നത്. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് കേട്ടോ. ഓക്കെ, ഫിലാഡൽഫിയയിൽ വെച്ചാണ് ഇത് നടന്നത്. ഇതറിയപ്പെടുന്നത് എന്താണ്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം എന്നാണ്. ഈ PSC ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം അതെന്താണ്? അത് താഴെ പറയുന്നത് ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് അല്ലെങ്കിൽ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഏതാണ്? ഉത്തരം അമേരിക്കൻ വിപ്ലവം അല്ലെങ്കിൽ അമേരിക്കയുടെ ഒന്നാമത്തെ അല്ല, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പൊ എന്താണ് ഈ 1774 ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ എന്ത് ചെയ്തു? ഇവർ വേറൊരു കാര്യം കൂടി തീരുമാനിച്ചു. പ്രശ്നങ്ങളൊക്കെ വഷളാകുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? 13 സ്റ്റേറ്റുകളും ചെറിയ ചെറിയ മിലിറ്ററികളെ എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യാം. എന്താണ് ഈ 12 സ്റ്റേറ്റുകൾ എന്ത് ചെയ്തു? അവർ ചെറിയ ചെറിയ ആർമികളെ എന്ത് ചെയ്യാൻ ചെയ്തു? മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് തുടങ്ങി. മാത്രമല്ല അവർ ആ സമയം രാജാവിന് എന്ത് ചെയ്തു? ഒരു നിർദ്ദേശവും കൂടി വെച്ചു. അതായത് വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കണമെന്നും പിന്നെന്താണ് തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് എന്ത് ചെയ്തു? കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. പക്ഷെ രാജാവ് ഇത് കൂട്ടാക്കുവാനായിട്ട് തയ്യാറായില്ല. അദ്ദേഹം എന്ത് ചെയ്തു? കൂടുതൽ പട്ടാളക്കാരെ ഇവരെ എന്ത് ചെയ്തു? ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ മണ്ണിലേക്ക് അയച്ചു. അങ്ങനെ 74 ഒന്നാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് കഴിഞ്ഞു. വീണ്ടും 1775 ഫിലാഡൽഫിയയിൽ വെച്ച് തന്നെ എന്താണ് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ത് ചെയ്തു? നടന്നു. ഈ കോണ്ടിനെന്റൽ കോൺഗ്രസ് ആയപ്പോഴേക്കും ഇവർ തമ്മിലുള്ള വിഷയം എന്ത് ചെയ്തു? കുറച്ചുകൂടി രൂക്ഷമായി. അപ്പൊ എന്ത് ചെയ്തു? ഈ 12 കോളനികൾ അല്ലെങ്കിൽ 13 കോളനികളും എന്താണ് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ചെറിയ ചെറിയ ആർമികളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഇവർ വലിയ ഒരു സൈന്യമാക്കി മാറ്റുകയും അതിന്റെ സൈന്യാധിപനായിട്ട് ജോർജ് വാഷിങ്ടനെ എന്ത് ചെയ്തു? നിയമിക്കുകയും ചെയ്തു. എന്താണ് ആ സൈന്യത്തിന് ഇവരൊരു പേര് നൽകി, കോണ്ടിനെന്റൽ ആർമി അല്ലെങ്കിൽ കോണ്ടിനെന്റൽ സൈന്യം എന്നാണ് അത് പറയുക. ഈ 13 സ്റ്റേറ്റിലും ഉണ്ടായിരുന്ന ചെറിയ ചെറിയ സൈന്യങ്ങൾ എന്ത് ചെയ്തു? ഒരുമിച്ച് ചേർത്തുകൊണ്ട് വലിയ ഒരു സൈന്യമാക്കി മാറ്റുകയും അതിന് ജോർജ് വാഷിങ്ടൺ എന്ന് പറയുന്ന വ്യക്തിയെ അതിന്റെ സൈന്യാധിപനായിട്ട് നിയമിക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെ തോമസ് പെയിൻ, നമ്മൾ മുകളിൽ പറഞ്ഞ തോമസ് പെയിൻ, അതായത് ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് എന്താണ് ഈ വൻകര ദീർഘകാലം അടക്കി വെക്കാമെന്ന് കഴിയുമെന്നുണ്ടെങ്കിൽ അതെന്താണ് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ തോമസ് പെയിൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ, അദ്ദേഹത്തിന്റെ ലഘുലേഖയുടെ പേരെന്താണ്? കോമൺ സെൻസ്. എന്താണ് പെയിന്റെ എന്താണ് കോമൺ സെൻസ് എന്ന് പറയുന്ന തോമസ് പെയിന്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖയിലൂടെ എന്താണ് ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് എന്താണ് വിവേകപൂർവമായിട്ടുള്ള പ്രവൃത്തി എന്ന് എന്ത് ചെയ്തു? അദ്ദേഹം പ്രഖ്യാപിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്തു? പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 1774 ഒന്നാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നു. 75 രണ്ടാമത്തേത് നടന്നു. വീണ്ടും 1776 എന്ത് ചെയ്തു? അമേരിക്കയുടെ അടുത്ത കോണ്ടിനെന്റൽ കോൺഗ്രസിൽ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു
സ്വതന്ത്ര പ്രഖ്യാപനം നടത്തി. ലോക പ്രശസ്തമായിട്ടുള്ള സ്വതന്ത്ര പ്രഖ്യാപനം നടത്തി എന്നാണ് 1776 എന്താണ് ജൂലൈ 4 എന്ത് ചെയ്തു? ഒരു സ്വതന്ത്ര പ്രഖ്യാപനം നടത്തി. അതിന്റെ ഓർമ്മയ്ക്കാണ് അമേരിക്ക എന്ത് ചെയ്യുന്നത്? ജൂലൈ 4 അവരുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയ വ്യക്തികളാണ് ആരെല്ലാം? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. എന്താണ്? തോമസ് ജെഫേഴ്സൺ, പിന്നെ ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നീ വ്യക്തികളാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന സ്വതന്ത്ര പ്രഖ്യാപനം എന്ത് ചെയ്തത്? എഴുതി തയ്യാറാക്കിയത്. പക്ഷെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തില്ല? ബ്രിട്ടൻ ഇത് അംഗീകരിക്കില്ല. അതോടുകൂടി എന്ത് ചെയ്തു? ബ്രിട്ടനും ഈ പറയുന്ന കോണ്ടിനെന്റൽ ആർമിയും തമ്മിൽ എന്ത് ചെയ്തു? അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവകാശത്തിന് വേണ്ടി ഒരു യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പൊ നമ്മൾ പറഞ്ഞു തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി ചേർത്തത് എന്ന് നമ്മൾ പറഞ്ഞു. അത് ലോക ചരിത്രത്തിലെ തന്നെ ഒരു സംഭവമാണ് ഈ സ്വതന്ത്ര പ്രഖ്യാപനം എന്ന് പറയുന്നത്. മാത്രമല്ല അമേരിക്ക എന്ന് പറയുന്ന ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പിറവി കൂടിയാണ് ഈ സ്വതന്ത്ര പ്രഖ്യാപനത്തിലൂടെ നടത്തുന്നത്. അതിലെ പ്രധാന പോയിന്റ് ഇതാണ്: എല്ലാ മനുഷ്യരും തുല്യരാണ്. എന്താണ്? ഒരു വലിയ ആശയമാണ് അമേരിക്ക എന്ന് ലോകത്തിന് മുന്നിലേക്ക് വെക്കുന്നത് കേട്ടോ. നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ആദ്യമായിട്ട് ലോകത്തൊരു ജനാധിപത്യ രാജ്യം ഉയർച്ച വരുന്നത് ഈ സ്വതന്ത്ര പ്രഖ്യാപനത്തിലൂടെ. അതായത് എല്ലാ മനുഷ്യരും തുല്യരാണ്. അതിലും വലിയൊരു ഇക്വാളിറ്റി, അതിലും വലിയ ഒരു സംഭവമില്ല. പക്ഷെ നിങ്ങൾ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ അമേരിക്ക അന്ന് വെച്ച ഇക്വാളിറ്റി ഇന്ന് നമ്മൾ പറയുന്ന ഇക്വാളിറ്റി ആണ് എന്ന് നിങ്ങൾ കരുതരുത്. അന്ന് ഈ അമേരിക്കക്കാർ മുന്നോട്ട് വെച്ച ഇക്വാളിറ്റി എന്ന് പറയുന്നത് കാശുള്ളവന്റെ സമത്വമായിരുന്നു. അതായത് ഭൂസ്വത്തുള്ളവർക്ക്, പുരുഷന്മാർക്കൊക്കെ മാത്രമേ ഈ ഇക്വാളിറ്റിയുടെ പരിധിയിൽ വരുമുള്ളായിരുന്നു. സ്ത്രീകൾ, ഭൂമിയില്ലാത്തവർ, സ്ലേവ്സ് അതായത് അടിമകൾ, ഇവരൊന്നും എന്തിന്റെ പരിധിയിൽ വരില്ലായിരുന്നു? ഇക്വാളിറ്റി എന്ന് പറയുന്ന പദത്തിന്റെ പരിഗണനയിൽ വരില്ലായിരുന്നു അന്ന് അമേരിക്കക്കാർ മുന്നോട്ട് വെച്ച ഈ തുല്യരാണ് എന്ന് പറയുന്ന ആശയം. പക്ഷെ അത് ലോകത്തിന് മുന്നിലേക്ക് ഒരു വലിയ ആശയത്തിന്റെ എന്താണ് ഒരു തുടക്കമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എന്താണ്? എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്. എന്താണ്? നോക്കുക, ആ ഡിക്ലറേഷന്റെ ഒരു മലയാളം ഫോം നിങ്ങൾക്ക് റൈറ്റ് ബോക്സിൽ കാണാം. എല്ലാ മനുഷ്യരും തുല്യരായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. എങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതിനുള്ള അവകാശം എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടാവുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വന്നു, ബ്രിട്ടീഷുകാരും അമേരിക്കയും തമ്മിൽ എന്ത് ചെയ്തു? യുദ്ധം തുടങ്ങി. സ്വാഭാവികമായിട്ടും എന്താണ്? ശക്തിപ്രകാരം ജയിക്കേണ്ടത് ബ്രിട്ടൻ ആയിരുന്നു. എന്നാൽ ഈ അമേരിക്കക്കാർ ഉള്ളിൽ നിന്ന് ബ്രിട്ടനെതിരെ അടി തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടന്റെ അടിയേറ്റ് തളർന്നു കിടന്നിരുന്ന ഫ്രാൻസും സ്പെയിൻ പോലെയുള്ള രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട്, സൈനികമായിട്ട് എന്ത് ചെയ്തു? ബ്രിട്ടനോടുള്ള ചൊരുക്ക് തീർക്കുന്നതിനായിട്ട് അമേരിക്കൻ ആർമിക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും എന്ത് ചെയ്തു? അവർ നൽകി. അങ്ങനെ 1781 ന്യൂയോർക്കിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഈ പറയുന്ന ജോർജ് വാഷിംഗ്ടൺ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് സൈന്യത്തെ തോൽപ്പിച്ചു. ചാൾസ് കോൺവാലിസ് എന്ന് പറയുന്ന പ്രഭുവായിരുന്നു അന്ന് ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പരാജയപ്പെടുകയും ഈ പറയുന്ന ജോർജ് വാഷിംഗ്ടന്റെ മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു. അതോടുകൂടി എന്താണ്? 1781 ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരുന്ന യുദ്ധം എന്ത് ചെയ്യപ്പെട്ടു? അവസാനിച്ചു. 1783 ഒരു പാരീസ് ഉടമ്പടിയിലൂടെ എന്ത് ചെയ്തു? ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? അംഗീകരിച്ചു. ഇനി മുതൽ അവ എന്താണ്? ബ്രിട്ടന്റെ കോളനികളല്ല എന്നും അവ സ്വതന്ത്ര രാഷ്ട്രങ്ങളാണ് എന്നും എന്ത് ചെയ്തു? ഈ പറയുന്ന ബ്രിട്ടൻ അംഗീകരിച്ചു. അമേരിക്കയുടെ സ്വതന്ത്ര പ്രഖ്യാപനത്തിന് കാരണമായ ഉടമ്പടി ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് 1783 ഫ്രഞ്ച് തലസ്ഥാനമായിട്ടുള്ള പാരീസിൽ വെച്ച് നടന്ന ഉടമ്പടിയാണ്. അവിടെ
ഫ്രഞ്ചുകാർക്ക് എന്താണ് ഒരു മധുര പ്രതികാരം കൂടിയായിരുന്നു ഈ ഉടമ്പടി എന്ന് പറയുന്നത്. കാരണം അവര് 1763 7 ഇയേഴ്സ് വാറ് പരാജയപ്പെട്ട് ഇതേ പാരീസിൽ വെച്ച് ഒരു ഉടമ്പടിയിലൂടെയാണ് ബ്രിട്ടനോട് അവരുടെ തോൽവി സമ്മതിക്കുന്നത്. ആ 63 കഴിഞ്ഞ് കൃത്യം 20 വർഷം കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് വെച്ച് ബ്രിട്ടനെ അമേരിക്കൻ സൈന്യത്തിനോടും കൂടെ എന്താണ് സഹായം ചെയ്ത ഫ്രഞ്ചുകാരോടും എന്താണ് തോൽവി സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളത് എന്താണ് ഫ്രാൻസിന്റെ ഒരു ചെറിയ മധുര പ്രതികാരമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്വാഭാവികമായിട്ടും രാജ്യം സ്വതന്ത്രമാകുന്നതോടുകൂടി അവരെന്ത് ചെയ്തു? ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ ഒരു നേതൃത്വത്തിൽ എന്താണ് അമേരിക്കയ്ക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി. 1789 അമേരിക്കക്ക് ഒരു ഭരണഘടന വരുന്നത്. അത് തയ്യാറാക്കിയ വ്യക്തിയുടെ പേരാണ് മാഡിസൺ എന്നുള്ളത്. എന്താണ്? ജെയിംസ് മാഡിസൺ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ഡോക്ടർ BR ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഈ പറയുന്ന ജെയിംസ് മാഡിസൺ. 1789 അമേരിക്കക്ക് എന്തുണ്ടായി? ഒരു ഭരണഘടനയുണ്ടായി. അതോടുകൂടി അമേരിക്കക്ക് എന്താണ്? അമേരിക്കൻ ഐക്യനാടുകൾ രൂപപ്പെട്ടു. ഈ 13 സ്റ്റേറ്റുകൾ കൂടിച്ചേർന്നുകൊണ്ട് എന്താണ് ഒരു രാജ്യമായിട്ട് മാറി. ആ രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്നുള്ളത്. എന്താണ് യുണൈറ്റഡ്? അതായത് 13 കോളനികൾ എന്തായി മാറി? 13 സ്റ്റേറ്റുകളായിട്ട് മാറി. ഈ 13 സ്റ്റേറ്റുകൾ എന്ത് ചെയ്തു? ചേർന്നുകൊണ്ട് ഒരു രാജ്യമുണ്ടായി. ആ രാജ്യത്തിന്റെ പേരാണ് എന്തെന്ന്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് ഇവർക്ക് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധവിജയം സമ്മാനിച്ച ജോർജ് വാഷിംഗ്ടൺ എന്ത് ചെയ്തു? അവർ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തു. എന്താണ്? ആരാണ് അപ്പൊ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ്? അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ജോർജ് വാഷിംഗ്ടൺ എന്ന് പറയുന്നത്. അങ്ങനെ അമേരിക്കക്ക് എന്ത് ചെയ്തു? അമേരിക്ക ഒരു റിപ്പബ്ലിക്കായി. എന്താണ്? അമേരിക്ക എന്ത് ചെയ്തു? ഒരു റിപ്പബ്ലിക്കായി. അപ്പോ അമേരിക്ക ഒരു റിപ്പബ്ലിക്കായി മാറി. അപ്പോ നിങ്ങൾക്കറിയാം അതിനുശേഷം പിന്നീടാണ് ഇന്ന് അമേരിക്കയിൽ കാണുന്ന പോലത്തെ സമത്വം അതൊക്കെ എന്താണ് അതിനുശേഷവും ഒരുപാട് കാലം കഴിയേണ്ടി വന്നു മറ്റുള്ള ആളുകൾ ഈ സമത്വം എന്ന് പറയുന്നതിന്റെ ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട്. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആരാണ്? അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ്, ഒന്നാമത്തെ പ്രസിഡന്റ് ആണ് ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? എബ്രഹാം ലിങ്കൺ. എന്താണ്? അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആണ് അബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത്. 1863 അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അടിമത്തം നിരോധിച്ചു. തുടർന്ന് 1865 അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു? വധിക്കപ്പെട്ടു. അമേരിക്കയുടെ 46ാമത്തെ പ്രസിഡന്റ് ആരാണ്? അമേരിക്കയുടെ 46ാമത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ. 45ാമത്തെ ട്രംപ്. അപ്പോ ഇങ്ങനെയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അതിന്റെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്തത്? നേടിയത്. അപ്പൊ ഞാൻ പറഞ്ഞു പൂർണ്ണമായ അർത്ഥത്തിലല്ല ഇവർ എന്ത് ചെയ്തത് ഇക്വാളിറ്റി ഒക്കെ പറഞ്ഞിരുന്നത് എങ്കിൽ പോലും ഇത് ലോകത്തുണ്ടാക്കിയ മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ ഇത് പിൽക്കാലത്ത് വന്ന സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും എന്താണ് ഒരു പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. എന്താണ്? പിൽക്കാലത്ത് നടന്ന സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും എന്ത് ചെയ്തു? പ്രചോദനം നൽകി, ലക്ഷ്യബോധം നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചു. എന്താണ് റിപ്പബ്ലിക്കൻ ഭരണരീതി? നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തെരഞ്ഞെടുക്കുന്ന ഒരു രാഷ്ട്ര തലവനുള്ള രാജ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്, അമേരിക്ക ഒരു റിപ്പബ്ലിക്കാണ്, യുണൈറ്റഡ് കിങ്ഡം ഒരു റിപ്പബ്ലിക്കാണ്. ആണോ? അല്ല. അമേരിക്ക ഒരു റിപ്പബ്ലിക്കാണ്, ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്, യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടൻ എന്തല്ല,
അതൊരു റിപ്പബ്ലിക് അല്ല. കാരണം എന്താണ്? അവരുടെ രാഷ്ട്രത്തലവനെ, രാജാവിനെ അല്ലെങ്കിൽ രാജ്ഞിയെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുകയല്ല, മറിച്ച് എങ്ങനെയാണ് അവരുടെ അധികാരം അവരുടെ മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രിട്ടൻ എന്തല്ല? ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക് അല്ല. മാത്രമല്ല, ആദ്യത്തെ ഒരു എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടായി. വളരെ ചെറിയ ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. മാത്രമല്ല, സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകി ഫെഡറൽ രാഷ്ട്രം എന്ന് പറയുന്ന ആശയം ലോകത്തിന് മുന്നിലേക്ക് അവർ വെച്ചു. പല ഫെഡറേഷനുകൾ ചേർന്നുകൊണ്ട് ഒരു രാജ്യമായിട്ട് മാറാം എന്ന ആശയം ലോകത്തിന് മുന്നിലേക്ക് അമേരിക്ക വെച്ചു. ഇതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ എന്തെന്ന് പറയുന്നത്, ഈ സമൂഹത്തിന് നൽകിയ അല്ലെങ്കിൽ ലോകത്തിന് നൽകിയ ഒരു എന്തെന്ന് പറയുന്നത്, ഒരു കാഴ്ച എന്ന് പറയുന്നത്. മാത്രമല്ല, ഇതൊരു ആന്റി കൊളോണിയൽ റെവല്യൂഷൻ ആയിരുന്നു. ആദ്യമായിട്ട് ലോകത്തിലെ തന്നെ ഒരു ആന്റി കൊളോണിയൽ റെവല്യൂഷൻ എന്ന് പറയാൻ കഴിയുന്നത് എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെയാണ്. നിങ്ങൾക്കറിയാം, എല്ലാ രാഷ്ട്രങ്ങളും പിന്നീടായി അമേരിക്കയിലുള്ള പല കാര്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇന്ത്യയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് നമുക്ക് മുന്നിലേക്ക് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. അപ്പോ ഈ ചാപ്റ്റർ കുറച്ചധികമുണ്ട്. നമുക്ക് 4-5 സമരങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോ ഇവിടെ വെച്ചിട്ട് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യുകയാണ്? നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.